പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 14 വെള്ളി. പ്രധാന വാർത്തകൾ. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. രാജ്യത്ത് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് സജീവമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബുറൈമി, വടക്കൻ ബാത്തിന, ദാഹിറ, ദാഖ്ലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഗവർണറേറ്റുകളെ ഇത് ബാധിക്കും. മരുഭൂമികളിലും തുറസായ പ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് തിരശ്ചീന ദൃശ്യപരത കുറയ്ക്കുമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ താപനിലയിലും പ്രകടമായ ഇടിവുണ്ടാകും. ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിച്ച 24 ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇവരെ പിടികൂടിയത്. നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ സംഘത്തെ പിടികൂടിയതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. നിയമ നടപടികൾ നടന്നുവരികയാണെന്ന് പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസവും മുസന്തം ഗവർണറേറ്റിൽ കടൽവഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 25 വിദേശികളെ കോസ്റ്റ് ഗാർഡ് പോലീസ് പിടികൂടിയിരുന്നു. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യക്കാരാണ് പിടിയിലായത്. ഇത്തരക്കാരെ നിയമ നടപടികൾക്ക് ശേഷം നാടുകടത്തും. നുഴഞ്ഞു കയറുന്നവരെ സഹായിക്കുന്നതും കുറ്റകരമാണെന്നും അധികൃതർ ഉണർത്തി. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അഭിമാനകരമായ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡുകൾ സ്വന്തമാക്കി മസ്കത്ത് സലാല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ പുരസ്കാരമാണ് ഒമാൻ വിമാനത്താവളങ്ങൾ സ്വന്തമാക്കിയത്. ആഗോള വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ അനുഭവത്തിന്റെ പ്രധാന സൂചകങ്ങൾ വിലയിരുത്തുന്ന ACIയുടെ എയർപോർട്ട് പ്രകടന സർവേയെ അടിസ്ഥാനമാക്കിയാണ് അവാർഡുകൾ. 5 മുതൽ 15 ദശലക്ഷം വരെ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വിഭാഗത്തിൽ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ആയി തിരഞ്ഞെടുത്തു. ഒമാൻ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് ഖറൻ കാഷൂഹ് ആഘോഷം. റംസാൻ 15-ാം രാവിൽ പരമ്പരാഗതമായി ആചരിക്കുന്ന ഖറൻ കാഷൂഹ് അക്ഷരാർത്ഥത്തിൽ ബാല്യകൗമാരങ്ങളുടെ ആഘോഷമാണ്. കുട്ടികൾ ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ചും സചിത്ര സഞ്ചികൾ തോളിൽ തൂക്കിയും അലങ്കാര തൊപ്പികൾ അണിഞ്ഞുമാണ് ആഘോഷത്തിൽ അണിനിരക്കുന്നത്. കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി വിവിധ സാംസ്കാരിക സംഘടനകളും വൻകിട കച്ചവട സ്ഥാപനങ്ങളും മുതിർന്നവരെ അണിനിരത്തി റാലിയും സ്റ്റേജ് പരിപാടികളും സംഘടിപ്പിക്കുന്നു. എന്നാൽ തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളിൽ മാത്രം ഷഅബാനിയ എന്ന പേരിൽ ഷഅബാൻ മാസത്തിലാണ് ആഘോഷം നടക്കാറുള്ളത്. അത്വൽബ എന്ന പേരും ഇതിന് പറയപ്പെടുന്നു. ദോഫാർ ഗവർണറേറ്റിൽ അനധികൃത തൊഴിലാളികളെയും തൊഴിൽ നിയമലംഘനങ്ങളും കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ വർഷം നടത്തിയത് 1599 പരിശോധനാ ക്യാമ്പയിനുകൾ. 810 തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു. ദോഫാർ ഗവർണറേറ്റിലെ തൊഴിൽ മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം ഓഫീസ് വഴിയായിരുന്നു പരിശോധനകൾ ഊർജിതമാക്കിയിരുന്നത്. പരിശോധനയിലൂടെ 3853 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. 499 തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ചതായും 768 പേർ രജിസ്റ്റർ ചെയ്ത തൊഴിലുടമകൾക്ക് പുറമെ മറ്റു തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതായും കണ്ടെത്തി. സ്വയം തൊഴിൽ ചെയ്യുന്നവരോ താമസാനുമതി കാലാവധി കഴിഞ്ഞവരോ ആയ 1886 കേസുകളും രജിസ്റ്റർ ചെയ്തു. 453 റിപ്പോർട്ടുകൾ കൂടുതൽ നിയമ നടപടികൾക്കായി മന്ത്രാലയം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ പൊതുനിരത്തുകളിൽ ഡ്രിഫ്റ്റിംഗും സ്റ്റണ്ടുകളും നടത്തി മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ള 500-ൽ പരം വാഹനങ്ങൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു. 3 കാറുകൾ, 61 മോട്ടോർ സൈക്കിളുകൾ, 8 ഇലക്ട്രിക് ബൈക്കുകൾ, 447 സൈക്കിളുകൾ എന്നിവയാണ് കണ്ടുകെട്ടിയത്. നിയമം ലംഘിച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു.
ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഒമാനിലും കൊണ്ടാടി തിരുവനന്തപുരം സ്വദേശികൾ. നാട്ടിൽ പൊങ്കാല നടന്ന അതേ സമയം തന്നെയാണ് ഒമാനിലും പൊങ്കാലയർപ്പിച്ചത്. ഒമാൻ തിരുവനന്തപുരം പ്രവാസി അസോസിയേഷനും ഡോക്ടർ രാജശ്രീ നാരായണൻ കുട്ടിയും ചേർന്നാണ് പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചത്. തടവുകാർക്ക് മോചനത്തിന്റെ വഴിയൊരുക്കാൻ ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫാക്ക് കുർബ ക്യാമ്പയിന് പിന്തുണയുമായി കൂടുതൽ വ്യക്തികളും സ്ഥാപനങ്ങളും. സിവിൽ, വാണിജ്യ, തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ തടവിൽ കഴിയുന്ന 346 പേർക്ക് മോചനത്തിന് ബാങ്ക് മസ്കത്ത് പിന്തുണ നൽകും. കഴിഞ്ഞ വർഷങ്ങളിലും രാജ്യത്തെ പ്രധാന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ബാങ്ക് മസ്കത്ത് സഹായം ലഭ്യമാക്കിയിരുന്നു. ഇതിനോടകം 1903 കേസുകളിൽ പിഴയടയ്ക്കുന്നതിന് സാമ്പത്തിക പിന്തുണ നൽകാൻ സാധിച്ചുവെന്ന് ബാങ്ക് മസ്കത്ത് അധികൃതർ അറിയിച്ചു. ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന പദ്ധതിയായ ഫാക്ക് കുർബയ്ക്ക് ഇത്തവണയും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ആയിരക്കണക്കിന് പേരെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉറ്റവരുടെ സ്നേഹത്തണലിലേക്ക് മടക്കിയെത്താൻ സാധിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.